സോ ഹലോ ഗൈസ് വാട്സാപ്പ്, ഇതാണ് നിങ്ങളുടെ സ്വന്തം IPFF. ഓക്കെ, ഞാൻ ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ വലുതായിട്ട് പോപ്പുലർ ആകുന്ന ഒരു ടോപ്പിക്കാണ് സോൺ പുഷർ. എല്ലാ വലിയ യൂട്യൂബർമാരെയും കൂടെ കളിക്കുന്നതും അവർക്ക് വലിയ പൈസ കിട്ടുകയും നല്ലപോലെ പേടി കിട്ടുന്ന ഒരു പണിയാണ് സോൺ പുഷർ ഇൻ ഫ്രീ ഫയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുക ഹൗ ടു ബിക്കം എ സോൺ പുഷർ. ഒരു സോൺ പുഷ് ചെയ്യാൻ എന്നൊക്കെ വേണം, നിങ്ങൾക്ക് എങ്ങനെ സോൺ പുഷ് തുടങ്ങാം, അതിനുള്ള ടോപ്പിക്കാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുവരുന്നു. അപ്പം നിങ്ങൾ എനിക്ക് സഹായിച്ചുകൊണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സോൺ പുഷിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സോണിൻ്റെ വെളിയിൽ പോയി നമ്മുടെ സോണിനകത്ത് നിൽക്കുന്ന ടീമിന് റിവൈവും തിങ്സും നെസസറി ആയിട്ടുള്ള തിങ്സും നൽകുന്നതിനാണ് സോൺ പുഷിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോൺ പുഷിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ. അതായത് ക്യാരക്ടർ സ്കില്ലാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായിട്ട് നമുക്ക് ആദ്യം ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വന്തം മാക്സിമിന് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെഡിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരു 3 സെക്കൻഡും കൊണ്ട് നമുക്ക് മെഡിക്കറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് 5 സെക്കൻഡ് എടുക്കും. ഓക്കെ, നമുക്ക് മാക്സിമിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ സ്വന്തം മിഷാൻ്റെ ഗുണമെന്നാന്ന് വെച്ചാൽ നമുക്ക് വെഹിക്കിൾ സ്പീഡ് കുറയ്ക്കുക. സോണിനകത്താണെങ്കിൽ സോണിന് വെളിയിലാണെങ്കിൽ നമുക്ക് വെഹിക്കിൾ സ്പീഡ് 5% വരെ കൂട്ടിത്തരും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കേണ്ടതാണ് സൂസി എന്ന് വെച്ചാൽ നമുക്ക് കോയിൻ തരുന്ന ആ ഒരു സ്പോട്ടില്ലേ, ആ മഞ്ഞ സാധനം, അത് തന്നെ. അതിൽ നിന്ന് നമുക്ക് 200 കോയിൻസാണ് സൂസി ഇല്ലാതെ ഉപയോഗിച്ച് എടുക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ സൂസി ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് 300 കോയിൻസ് വരെ എത്തും. ഓക്കെ, നമുക്കിനി അവസാനമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആക്റ്റീവ് ക്യാരക്ടറാണ് നമ്മുടെ സ്വന്തം കേന് ഗുണമെന്ന് വെച്ചാൽ നമ്മളൊരു മഷ്റൂം കഴിച്ചിട്ട് നമ്മുടെ EP കൂടുവാണെങ്കിൽ നമുക്ക് EPന്ന് HP കൺവേർട്ട് ചെയ്യാം. ഓക്കെ, HP കുറവാണ്, പക്ഷേ EP കൂടുതലാണെങ്കിൽ നമുക്ക് കേയുടെ ക്യാരക്ടർ ഉപയോഗിച്ച് നമ്മുടെ ഈ HP മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ. ഇതൊക്കെ ലോഡ് ഔട്ടായി വെക്കേണ്ടത് നമ്മുടെ സ്റ്റോർ കാർഡാണ്. നമുക്ക് പെട്ടെന്ന് ടെമ്പററി സ്റ്റോർ തരുന്ന ആ സ്റ്റോർ കാർഡാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ സൂപ്പർ മെഡും എല്ലാം കിട്ടുന്നതിന് സാധിക്കും. ഓക്കെ, ഇത്രയുമായിരുന്നു നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് നേരെ കിടക്കാം. ഇപ്പം അടുത്ത ടോപ്പിൽ നമുക്ക് എങ്ങനെ സോൺ പുഷ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. സോൺ പുഷ് ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ ഒരു മാപ്പിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കയറണം. അത് പ്രത്യേക സ്ഥലത്ത് ചേർന്നാൽ അവിടെ വെഹിക്കിളുള്ള സ്ഥലത്ത് ഏതാണ് അവിടെ നമുക്ക് ഇറങ്ങണം. വെഹിക്കിളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചോയ്സ് ചെയ്യുന്ന വെഹിക്കിൾ എന്ന് വെച്ചാൽ പിക്കപ്പ് ട്രക്കോ അല്ലെങ്കിൽ നമ്മുടെ ലംബോർഗിനിയോ ആണ്. നമുക്ക് ഈ രണ്ട് വെഹിക്കിളാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്ന വെഹിക്കിൾ ഉപയോഗിക്കണം. ഓക്കെ, വെഹിക്കിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആദ്യം നോക്കേണ്ടത് അത്യാവശ്യം കോയിൻസ്, നമ്മുടെ ടോക്കൺസ് കിട്ടാൻ നോക്കണം. പെട്ടെന്ന് തന്നെ കോയിൻസ് കിട്ടാൻ തരുന്ന മഞ്ഞ സാധനവും, പിന്നെ നമുക്ക് അല്ലാതെ ലൂട്ടിൽ നിന്ന് തന്നെ 500 കോയിൻസ് വെച്ച് കിട്ടും. കോയിൻസ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് റിവൈവൽ കാർഡ് നമുക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, റിവൈവൽ കാർഡ് നമ്മുടെ ടീംമേറ്റ്സിന് വേണ്ടി മേടിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ആ സോണിൻ്റെ ആ ഒരു സർക്കിളിൽ ചുറ്റി മാത്രം നിൽക്കുക. ഓക്കെ, ആ സർക്കിളിൽ മാത്രം നമ്മൾ ചുറ്റി നിൽക്കുക. ഓക്കെ, അതാണ് അടുത്ത ഫസ്റ്റ് ഇത്. സെക്കൻഡ് ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ഫൈറ്റിലേക്ക് കയറാതിരിക്കാൻ നോക്കുക. നമുക്ക് ഫൈറ്റ് ചെയ്യാം അത്യാവശ്യം. ഇപ്പോൾ വേണമെങ്കിലും ഒരു എനിമി തന്നെ ഫ്രണ്ടിൽ പോകുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം എടുക്കാം. പക്ഷേ നിങ്ങൾ ഒത്തിരി കയറിപ്പോകാതെ തന്നെ ഒരു ഫൈറ്റ് എടുക്കാതെ നോക്കുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായിരുന്നു 2 ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തേതായിട്ട് ഇമ്പോർട്ടൻ്റ്, നമ്മളിപ്പോൾ സോണിൻ്റെ വെളിയിൽ കുറേ നേരം നിൽക്കുവാണെങ്കിൽ നമ്മുടെ HP-യുടെ മണ്ടയിലായിട്ട് ഒരു നമ്പർ കാണും. 2, 4, 6, 8, 10 അങ്ങനെ അത്രയും വരെയുള്ള ഒരു നമ്പർ കാണും. അതിൽ നിങ്ങൾ 2 to 6 വരെ ഞാൻ പറയും കുഴപ്പമില്ല. പക്ഷെ 6 കഴിഞ്ഞ് 8ഉം 10ഉം ആണെങ്കിൽ പ്രശ്നമുണ്ട്. 8, 10 ആണെങ്കിൽ നമ്മുടെ HP കൂടുതൽ കുറയാനും പറ്റും. ആ നമ്പർ നമ്മുടെ കൂടുതൽ HP കുറയ്ക്കുകയും നമുക്ക് മെഡിക്കറ്റ് എടുക്കാൻ സമയം കിട്ടാതെ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു 6ാമത്തെ നമ്പറൊക്കെ ആകുമ്പോൾ നമ്മൾ സോണിൻ്റെ അകത്ത് പോയിട്ട് ആ നമ്പർ കുറയുന്ന
വരെ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ സോണിൻ്റെ വെളിയിൽ പോവുക. ഓക്കെ, ഇത്രയുമായിരുന്നു നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നു. വലിയതായിട്ട് ഫൈറ്റ് എടുക്കല്, എപ്പോഴും സോണിൻ്റെ ആ സർക്കിളിൽ തന്നെ നിൽക്കുക. ആദ്യം നിങ്ങൾ നോക്കേണ്ട ഒരു വെഹിക്കിൾ ഏതാണ്, നല്ല വെഹിക്കിൾ ലംബോർഗിനി പിക്കപ്പ് ട്രക്ക് നല്ലതാണ്. പിന്നെ ആ ഒരു നമ്പർ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതായിരുന്നു ഈ സോൺ പുഷിങ്ങിന് വേണ്ട എല്ലാ ടിപ്സും. ഇതിൽ നിങ്ങൾ തന്നെ മാസ്റ്റർ ആകുവാണെങ്കിൽ നിങ്ങളൊരു ബെസ്റ്റ് സോൺ പുഷർ ആകാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. അപ്പോൾ ബൈ.